ഹൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ഒരു കുഞ്ഞ് റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ളൊരു സോയ ഫ്രൈ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് വെക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ഒരു മൺചട്ടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ ഉപ്പിട്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് എത്രയാണ് ഫ്രൈക്ക് ആവശ്യമുള്ള അത്രയും സോയ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് അതിലോട്ട് ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്ന ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ ഒരു 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി എല്ലാം കൂടെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് നേരത്തെ നമ്മൾ നന്നായി പിഴിഞ്ഞ് വെച്ചേക്കുന്ന സോയാബീൻ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലോട്ട് നമുക്കൊരു ഇത്തിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടെ വെച്ച ശേഷം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള സോയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് തരിക. അപ്പോൾ നമുക്ക് അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.